മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. നിങ്ങൾ എല്ലാവരും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കളും തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന സമയമായിരിക്കും. നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി എക്സാം എഴുതാൻ വേണ്ടിയൊക്കെ റെഡി ആയി നിൽക്കുന്ന സമയമായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പിക്കേണ്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ആൻസറുകളും നമുക്കൊന്ന് ഒരുമിച്ച് പഠിച്ചു നോക്കാം. റെഡി അല്ലേടാ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. Write the name of some Mesolithic sites of India. ഇന്ത്യയുടെ മധ്യശിലായുഗത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ പേര്. അല്ല, മെസോലിത്തിക് ഏജ് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് 4 ശിലായുഗങ്ങളുണ്ട്. അതിൽ ആക്ച്വലി 3 ശിലായുഗങ്ങളുടെ ഡീറ്റെയിൽ ആണ് പഠിക്കുക. കാരണം ഏറ്റവും അവസാനത്തെ ശിലാതാമ്രയുഗം എന്ന് പറയുന്നത് നമ്മളെന്തെയില്ല, അതൊരു ലോഹയുഗത്തിലേക്കാണ് നമ്മൾ മാറ്റി കാണിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ മെസോലിത്തിക് ഏജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ബേഗോർ ആണ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആത്മരംഗാണ് മധ്യപ്രദേശില്. അപ്പൊ ഈ രണ്ടെണ്ണമാണ് മിസോലിത്തിക് സൈറ്റുകൾ. അപ്പൊ മിസോലിത്തിക് സൈറ്റുകൾ മാത്രം പഠിച്ചാൽ പോരാ, നല്ല പാലിയോലിത്തിക് സൈറ്റുകൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നിയോലിത്തിക് സൈറ്റുകൾ പഠിച്ചു വെക്കണം. പിന്നെ മിസോലിത്തിക് സൈറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കാം, പഠിച്ചു വെക്കണം. അപ്പൊ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, 2 പേരുകൾ വെച്ചിട്ട് മക്കൾ പഠിച്ചു വെക്കുക. എന്നാൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ലേക്ക് വില്ലേജ് ദ ഡേഷ് is an example for the ecological progress of Neolithic man. നവീന ശിലായുഗത്തിലെ തെളിവുകൾ ലഭിക്കുന്ന തടാക ഗ്രാമങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, ദ ലേക്ക് വില്ലേജ് അഥവാ തടാക ഗ്രാമം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരേണ്ട സ്ഥലം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വിറ്റ്സർലാൻഡിലാണ് ആക്ച്വലി ലേക്ക് വില്ലേജ് അഥവാ തടാക ഗ്രാമം എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. സോ അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്, ഓർത്തു വെക്കേണ്ടതാണ്. അടുത്ത ചോദ്യം. There are several pieces of evidence for the technological achievements of early humans. List them. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ സാങ്കേതിക രംഗത്തെ കൈവരിച്ച പുരോഗതികൾ. അപ്പൊ പ്രാചീന ശിലായുഗത്തിലെ ഫീച്ചേഴ്സുകൾ, സവിശേഷതകളാണ് നമ്മൾ ഏർലി ഹ്യൂമൻ ലൈഫിന്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നതാണ്, ഒന്ന് സ്റ്റോൺ സ്റ്റാച്യൂസ് വെർ മെയ്ഡ്. കല്ലുകൾ കൊണ്ടുള്ള ചെറിയ പ്രതിമകളായിരുന്നു നിർമ്മിച്ചിരുന്നത്. കൂടാതെ തന്നെ ഡ്രോൺ ദ പിക്ചേഴ്സ്, അവർ പിക്ചറുകൾ വരച്ചിരുന്നു. ഇൻ ദ കേവ്സ്, കേവുകളിലെ ഗുഹകളിലെല്ലാം അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. എന്തുകൊണ്ടെല്ലാമാണ്? മൃഗങ്ങളുടെ എല്ലുകൾ കൊണ്ടും കൊമ്പുകൾ കൊണ്ടുമെല്ലാം അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. അടുത്തതായിരുന്നു ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മോൾഡഡ് ഫ്രം ദ ക്ലേ. കളിമണ്ണുകൾ കൊണ്ട് മനുഷ്യന്റെ രൂപങ്ങൾ അവർ രൂപീകരിച്ചിരുന്നു, നിർമ്മിച്ചിരുന്നു. മാത്രമല്ല അവർ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്ന ആളുകളായിരുന്നു. ഓർണമെന്റ്സ് വെർ മെയ്ഡ് ഐവറി, ബോൺ, സ്റ്റോൺസ് ആൻഡ് ഷെൽസ്. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി കൊണ്ടുള്ള ആഭരണങ്ങൾ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. വെസൽസ് വെർ വോവൻസ് ഔട്ട് ഓഫ് ദ ബാർക്ക് ആൻഡ് ഫൈബർ. മരനാരുകൾ കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നു. ഇവയെല്ലാം ഏത് ശിലായുഗത്തിന്റെ ആണ്? ഏർലി ഹ്യൂമൻ ലൈഫ് അഥവാ പ്രാചീന ശിലായുഗത്തിന്റെ മനുഷ്യന്റെ സവിശേഷതകളാണ്. ഈ പോയിന്റുകൾ മക്കൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്ന ചോദ്യമാണ്. എന്നാലേ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഐഡന്റിഫൈ ദ പ്രോഗ്രസ് ഇൻ ദ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിംഗ് ദ മെസോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജിൽ അഥവാ മധ്യശിലായുഗത്തിലെ ഫീച്ചേഴ്സുകൾ ഏതൊക്കെയാ, സവിശേഷതകൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? ഏർലി ഹ്യൂമൻ ലൈഫ് പറഞ്ഞു, പ്രാചീന ശിലായുഗം പറഞ്ഞു. ഇനി മധ്യശിലായുഗത്തിലെ സവിശേഷതകൾ ഏതാ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ ഡൊമസ്റ്റിക്കേറ്റിംഗ് ഡോഗ്സ്. നമ്മളെന്ത് ചെയ്തു, മൃഗങ്ങളെ, നമ്മളെ നായകളെ ഒരുമിച്ച് എന്ത് ചെയ്തു, നമ്മളെ നായകളെ എല്ലാം ഇണക്കി വളർത്തിയിരുന്നു. കൂടാതെ തന്നെ ബോസ് ആൻഡ് ആരോസ് വെർ യൂസ്ഡ് ഫോർ ദ ഹണ്ടിങ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്, നമ്മളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ബോസും ആരോസും, നമ്മളെ അമ്പ്, വില്ലൊക്കെ ഉപയോഗിച്ചിരുന്നു. വാസ് ഏബിൾ ടു ഹണ്ട് ഫ്രം ദ ഫാർ. ദൂരെയുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ ബിഗൻ ടു സെറ്റിൽ ലൈഫ്. സ്ഥിരവാസം ആരംഭിച്ചു. മനുഷ്യൻ ഒരുമിച്ച് താമസിക്കാനുള്ള അവസ്ഥകളെല്ലാം തുടങ്ങുന്ന മെസോലിത്തിക്കിലാണ്. കൂടാതെ തന്നെ എക്സ്ചേഞ്ച് ദ ഫുഡ്, ടൂൾസ് ആൻഡ് ഓർണമെന്റ്സ്. ഭക്ഷണം, ആയുധങ്ങൾ, അതുപോലെ തന്നെ ആഭരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്തു, എക്സ്ചേഞ്ച്, അത് കൈമാറാൻ തുടങ്ങി. മാത്രമല്ല ലോക്സ് വെർ ടൈഡ് ടുഗദർ ആൻഡ് യൂസ്ഡ് ഫോർ ദ നാവിഗേഷൻ. മരത്തടികൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ജലയാത്രക്ക് എന്ത് ചെയ്തിരുന്നു, ഉപയോഗിച്ചിരുന്നു. ഇവയെല്ലാം മെസോലിത്തിക് മനുഷ്യന്മാർ എന്ത് ചെയ്തു, ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങാണ്. നായയെ കൂടെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ ദൂരെയുള്ള മൃഗങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ എല്ലാം അപ്പുറമായിട്ട് ബോസും ആരോസും അമ്പും വില്ലുമെല്ലാം എന്ത് ചെയ്തു, ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഓർണമെന്റ്സുകൾ ഒന്നും കൂടെ നന്നായി, ഓർണമെന്റ്സുകൾ, ഭക്ഷണങ്ങൾ, ടൂൾസുകൾ, ഇവയെല്ലാം എന്ത് ചെയ്തു,
അടുത്ത ആളുകളിലേക്ക് കൈമാറാൻ തുടങ്ങി, എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം മിസോലിത്തിക് ഏജിൽ കേട്ടോ നമ്മൾ പഠിച്ചു വെച്ചല്ലോ, ദ മിസോലിത്തിക് ഏജ് അഥവാ മധ്യകാലഘട്ടത്തിലുള്ളതാണ്. എന്നാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. അടുത്ത ചോദ്യം നമുക്കറിയാം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം. അതിന്റെ സിന്ധു നദീതട സംസ്കാരത്തിലേക്ക് നോക്കുന്ന സമയത്ത് ദ ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ജോൺ മാർഷൽ ആണ്. എന്നാൽ മോഹൻജാദാരോ, ഇന്ന് നമ്മുടെ മോഹൻജാദാരോ എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത് പാകിസ്ഥാനിലാണ്. ഈ പാകിസ്ഥാനിൽ കിടക്കുന്ന മോഹൻജാദാരോ എന്ന് പറയുന്ന സ്ഥലത്ത് എക്സ്കവേഷൻ, ഖനനം നടത്തിയ വ്യക്തി എന്ന് പറയുന്ന RD ബാനർജിയാണ്. അതേസമയം ഹാരപ്പയിലാണെങ്കിൽ എക്സ്കവേഷൻ നടത്തിയത് ദയാറാം ഷാൻഹിയാണ്. അപ്പൊ ഈ മൂന്നാളുകളുടെ പേര് പഠിച്ചു വെക്കാം. ജോൺ മാർഷൽ ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ, അതിന്റെ എന്താണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതേസമയം മോഹൻജാദാരോയിൽ നടത്തിയ RD ബാനർജിയാണ്. ഹാരപ്പയിൽ നടത്തിയ ദയാറാം സംഖ്യയാണ്. അപ്പൊ 3 ക്വസ്റ്റ്യനുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. അങ്ങനെ 3 ക്വസ്റ്റ്യനുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടുന്ന് പഠിക്കാനായിട്ട് വരുന്നത്. എന്നാൽ അടുത്തൊരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്? എന്താ മക്കളെ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ? ഹൈറോഗ്ലിഫിക്സ് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഈജിപ്ത് ആണ്. ഈജിപ്തിൽ ഉപയോഗിച്ചത് ഒരു ലിപി ആയിരുന്നു ആക്ച്വലി ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയാം. പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഉപയോഗിച്ചിരുന്ന ഒരു എഴുത്ത് വിദ്യ, റൈറ്റിംഗ് ടെക്നിക് ഈസ് നോൺ ആസ് ദ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. പരിശുദ്ധമായ എഴുത്ത് എന്നെല്ലാം അറിയപ്പെടുന്ന ആ വാക്കാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, പ്രാചീന ഈജിപ്ഷ്യന്മാര്, ആൻഷ്യൻ ഈജിപ്ഷ്യൻസ് ഉപയോഗിച്ചിരുന്നായിരുന്നു ഹൈറോഗ്ലിഫിക്സ്. ഏത് മക്കളെ? ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ അടുത്ത ഏറ്റവും എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ചോദ്യമാണ്, റൈറ്റ് ദ ഫാക്ടേഴ്സ് ലെഡ് ടു ഫാൾ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ, നമ്മളെ ഹാരപ്പൻ സംസ്കാരമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാം? ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയിലേക്ക് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ മാറ്റിയിട്ട് പകരം എന്ത് വരും അവിടെ? ഹാരപ്പൻ എന്ന് വരും കേട്ടോ. ഹാരപ്പൻ സിവിലൈസേഷന്റെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാം ചോദിച്ചാൽ അവയിൽ ഒന്നാമത്താണ് ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടായതായിരുന്നു ഒന്നാമത്തെ കാരണം. ഹാരപ്പൻ ജനത തകരാൻ എന്ന് വെച്ചാൽ ഹാരപ്പൻ ആ സംസ്കാരം തന്നെ തകർന്നു പോകാനുള്ള കാരണം. രണ്ടാമത്തെ എക്സ്റ്റേണൽ ഇൻവെൻഷൻ, വൈദേശിക ആക്രമണങ്ങൾ, വിദേശികൾ എന്ത് ചെയ്തു, ആ സ്ഥലത്തെ ആക്രമിക്കാൻ തുടങ്ങി. അതോടുകൂടി അവർ തകർന്നുപോയി. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, കാടുകൾ വെട്ടിമുറിക്കാൻ തുടങ്ങി, വനനശീകരണം വന്നു. ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല തകരാൻ തുടങ്ങി. എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ വരാൻ തുടങ്ങി. ഇവയെല്ലാം കാരണമായിട്ടായിരുന്നു ഹാരപ്പയുടെ തകർച്ച എന്ന് പറയുന്നത്. പല പരീക്ഷകൾക്ക് 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, ഇതിനെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹാരപ്പൻ മേഖലയുടെ തകർച്ചയുടെ റീസൺസ് എന്ന് പറയുന്നത്. സോ 4 പോയിന്റുകൾ മക്കൾ മിനിമം എന്ത് ചെയ്തിരിക്കണം, പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്ന ചോദ്യമാണ്. എല്ലാ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളും റിപ്പീറ്റഡ് ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യനാണ്. എന്നാൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ തിണൈസ് ഹാഡ് ദ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മോൾഡ് ഇൻ ദ സോഷ്യൽ ലൈഫ് ഓഫ് ആൻഷ്യൻ തമിഴകം. സബ്സിനേറ്റ്, പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതത്തിൽ തിണകളുടെ പങ്ക്, തിണൈസ്, ഇവയുടെ പ്രാധാന്യം വലുതായിരുന്നു. വിശദമാക്കുക. തിണകളുടെ പങ്കിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, തിണകൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും 5 എണ്ണമാക്കിയിട്ട് പറയാൻ പറ്റും. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്ത്തൽ. അല്ലെ, കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്ത്തൽ എന്ന് പറയുന്ന 5 തിണകളാണുള്ളത്. അതിൽ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ അതിന്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കാടുകളിലും മലകളും നിറഞ്ഞ സ്ഥലമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. അത് കുറിഞ്ചി എന്ന് വേണ്ട, നമുക്ക് താഴെ നിന്ന് വരാം. നമ്മുടെ കേരളമൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തെ തീരപ്രദേശത്ത് നിന്ന് അങ്ങോട്ട് കയറി പോകാം. നമ്മൾ ആദ്യം കുറിഞ്ചിനെ പറയുന്നില്ല, പകരം ആദ്യം നമ്മൾ ഏതിനെ പറയുന്നു അറിയോ? നമ്മൾ നെയ്തൽ പറയുന്നു. നെയ്തൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയ ആണ്. തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അവരുടെ ജോലി എന്നാൽ ഫിഷിംഗ് ആൻഡ് സാൾട്ട്, എന്ന് വെച്ചാൽ മീൻപിടുത്തം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ളവയാണ് നെയ്തല്. അതേസമയം മരുതൽ എന്ന് പറഞ്ഞാൽ വയല്, പാഡി ലാൻഡ് ഒക്കെ ഉള്ളതാണ്, കൃഷിയാണ്. വയലിലായതുകൊണ്ട്, വെറ്റ് ലാൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ജോലി എന്തായിരിക്കും? ഫാമിംഗ് ആയിരിക്കും, കൃഷിയായിരിക്കും. പാല എന്ന് പറഞ്ഞാൽ ഡ്രൈ ലാൻഡ്, ആ വരണ്ട പ്രദേശമാണ്. അവര് കന്നുകാലി കവർച്ചയാണ്, സ്റ്റീലിംഗ് ഓഫ് കാറ്റിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വെറ്റ് ലാൻഡിൽ എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്ന ആളുകളുടെ കയ്യിലൊക്കെ മൃഗങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ മൃഗങ്ങളെ കട്ടെടുത്ത് കൊണ്ടുപോകുന്ന ആളുകളാണ് ആര്? നമ്മുടെ പാല എന്ന് പറയാം. അതുപോലെ തന്നെ റിയറിംഗ് കാറ്റ് നടത്തുന്ന മുല്ലയുടെ ജനങ്ങളുടെയും കട്ടെടുത്ത് കൊണ്ടുപോകുന്ന ആളുകളാണ് പാല എന്ന് പറഞ്ഞാൽ. അതേസമയം മുല്ല എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡാണ്. അതാണ് ഗ്രാസ് ലാൻഡ്, പുൽമേടുകളാണ്. അവര് കന്നുകാലികൾ വളർത്തുകയാണ് അവർ ചെയ്യാറുള്ളത്. ഏറ്റവും അവസാനമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കാടും മലകളും നിറഞ്ഞ സ്ഥലമാണ്. വനവിഭവ ശേഖരണം, നായാട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഹില്ലി ഏരിയയിലുള്ള നമ്മുടെ കുറിഞ്ചിക്കാർ ചെയ്യുന്നത്. സോ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ.
മക്കൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ. കാരണം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ബാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് മാരത്തോണുകളിൽ കാണാം. മാരത്തോണുകളിൽ മക്കൾ എല്ലാവരും ഉണ്ടായിരിക്കണം. നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. നമുക്ക് അടുത്ത ദിവസത്തെ പരീക്ഷ അടിപൊളിയായിട്ട് ഉഷാറാക്കിയിട്ട് എഴുതേണ്ടതുണ്ട്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് ഐ വിൽ വൈൻഡ് അപ്പ് ഹിയർ. ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഓൾ.